സഞ്ജു സാംസന്റെ പീക്കിംഗ് അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറയുന്നത് ഇതാണ്. സഞ്ജു സാംസൺ കരിയറിൽ ഇത്രയും നാൾ നിന്നിട്ട് ഇപ്പോൾ ന്യൂസിലൻഡായിട്ടുള്ള സീരീസ് ഒക്കെ നമ്മൾ കണ്ട് പരാജയപ്പെട്ട് നിന്നിട്ട് ഒരു വേൾഡ് കപ്പിൻ്റെ ഒരു നോക്കൗട്ട് സ്റ്റേജിൽ വന്നിട്ട് ഒരു എക്സെപ്ഷണൽ 97 അടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സെമി ഫൈനലിൽ വന്നിട്ട് ഒരു എക്സെപ്ഷണൽ ഒരു ഇന്നിങ്സ് കളിക്കുന്നു. ഒരു രക്ഷത്തെ, അതായത് ഇന്ത്യ ഇന്ന് മുന്നിൽ നിന്ന് നയിച്ചത് സഞ്ജു സാംസണാണ്. ഈ ഒരു ഇന്നിങ്സിനെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് പറയാം. ഇന്ത്യയുടെ മേളിൽ പ്രഷർ എന്ന് പറഞ്ഞൊരു സാധനം വരാതെ നോക്കിയത് സഞ്ജു സാംസണാണ്. ആർച്ചറിനെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു, ആർച്ചർ വേഴ്സസ് സഞ്ജു സാംസൺ മാച്ചപ്പിനെ പറ്റിയിട്ട്. ആർച്ചറിനെ അടിച്ച് അച്ചാറാക്കിയ ഒരു ഇന്നിങ്സ്, അടിച്ച റേഞ്ച് ഒരു തേർഡ് ടയറിൽ ഒരെണ്ണം അടിച്ചിട്ട് സഞ്ജു സാംസൺ മിഡ് വിക്കറ്റിന്റെ മേളിൽ കൂടെ. പിന്നെ ഡോസൻ ഒരു എക്സ്ട്രാ കവറിന്റെ മേളിൽ കൂടെ ഒരു 6 അടിച്ചു. പിന്നെ കഴിഞ്ഞ ഇന്നിങ്സിലെ പോലെ തന്നെ കട്ട് ആ ഒരു ഗ്യാപ്പ് ബൈസെക്ട് ചെയ്തുകൊണ്ടുള്ള റൺസ് 7 സിക്സുകളാണ് സഞ്ജു സാംസൺ ഇന്ന് അടിച്ചു കൂട്ടിയത്. 8 4. ആർച്ചറിന് ഇന്ന് മൊത്തം കിട്ടിയത് 61 റൺസാണ്. ആർച്ചറിനെ അടിച്ച് അച്ചാറാക്കിയിട്ടുണ്ട്. സഞ്ജു സാംസൺ മാത്രമല്ല, ഡെത്ത് ഓവേഴ്സിൽ തിലക് വർമ്മയെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ടീമിനെ നല്ലൊരു സ്കോറിലേക്ക്, വാങ്കഡയിൽ നിന്ന് വലിയൊരു സ്കോർ വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിക്കറ്റ് പോകുമ്പോഴും അടിച്ചുകൊണ്ടിരിക്കാനും അതും മനോഹരമായിട്ടുള്ള ഷോട്ട്സ് കളിച്ച് നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു ഇന്നിങ്സ് കളിക്കുകയും ടീമിന് ഗുണകരമായിട്ടും ടീമിനെ വലിയൊരു സ്കോറിലേക്ക് എത്തിക്കാനുള്ള അടിത്തറ പാകാനും സഞ്ജു സാംസന്റെ ആ ഒരു ഇന്നിങ്സിന് കഴിഞ്ഞു എന്നുള്ളത് ഇതിനെ ഒരു വലിയൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള അതൊരു ലെജൻഡറി ഇന്നിങ്സ് ആയിട്ട് മാറ്റുകയാണ് സഞ്ജു സാംസന്റെ ഈ ഒരു 2 ഇന്നിങ്സ്. ഇപ്പോൾ തന്നെ സഞ്ജു സാംസൺ ടോപ്പ് റൺ ഗെറ്റേഴ്സിൽ 5 ഒരാളായിട്ട് വന്നു കഴിഞ്ഞു. ടോപ്പ് 6 അടിച്ച ആൾക്കാരിൽ 5 ഒരാളായിട്ട് വന്നു കഴിഞ്ഞു. ഈവൻ മാൻ ഓഫ് ദി സീരീസിലേക്ക് വേണമെങ്കിലും പരിഗണിക്കാൻ പറ്റുന്ന ഒരു പെർഫോമൻസ്, വളരെ തുച്ഛമായിട്ടുള്ള മാച്ചുകൾ മാത്രം കളിച്ച സഞ്ജു സാംസൺ ഈ വേൾഡ് കപ്പിൽ നേടിക്കഴിഞ്ഞു. സോ ഒരുപക്ഷെ ന്യൂസിലൻഡുമായിട്ടുള്ള അവസാന മത്സരം തിരുവനന്തപുരത്തിൽ ആ മാച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാറിലിരുന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് വളരെ വിഷമിച്ചുകൊണ്ട് ഒരു കണ്ണ് നിറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. സോ അതിനൊക്കെ അപ്പുറം കാലം കാത്തുവെച്ച ഒരു തിരിച്ചുവരവാണ് സഞ്ജു സാംസന്റെ. പ്രതീക്ഷകൾ അവസാനിച്ചെടുത്തൊന്നും സഞ്ജു സാംസൺ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ വേൾഡ് കപ്പിൽ തിരിച്ചു വരുന്ന ആരും പ്രതീക്ഷിച്ചില്ല. ഒരു അവസരം കിട്ടുമെന്ന് പോലും പ്രതീക്ഷിക്കാത്തടത്തൊന്നും സഞ്ജു സാംസൺ തിരിച്ചു വരുന്നു. ഒരവസരം കിട്ടുന്നു, അത് മുതലെടുക്കുന്നു. വീണ്ടും ഒരവസരം ക്രൂഷ്യലായിട്ടുള്ള മാച്ചിൽ കിട്ടുന്നു. അതും മനോഹരമായിട്ടുള്ള ഇന്നിങ്സ് കളിച്ച് ഈ രാജ്യത്തിൻ്റെ ഹീറോ ആയിട്ട് മാറുന്നു. ഇനി ഒരാളും സഞ്ജു സാംസണോട് ആ ഒരു സ്ഥാനത്തിന് വേണ്ടി ചോദ്യം ചെയ്യത്തില്ല. ഇതുപോലുള്ള പെർഫോമൻസുകളാണ് തീർച്ചയായിട്ടും ഒരു താരത്തിൻ്റെ ഒരു ഊട്ടി ഉറപ്പിക്കുന്നത്. അവിടെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് ഇപ്പോഴാണ് സഞ്ജു സാംസന്റെ ഇത്രയും വർഷത്തെ കരിയറിൽ ഈ 2 ഇന്നിങ്സോടുകൂടി സഞ്ജു സാംസൺ അവിടെ ആ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി വേറെ ആരൊക്കെ വന്നാലും, വേറെ ഏത് യങ്സ്റ്റർ എത്ര റൺ അടിച്ചിട്ട് വന്നാലും സഞ്ജു സാംസൺ ആ സ്ഥാനം ഇളക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ആ രീതിയിലുള്ള 2 ലെജൻഡറി ഇന്നിങ്സാണ് സഞ്ജു സാംസൺ 2 മത്സരങ്ങളായിട്ട് ഇപ്പോൾ അടിച്ചു വെച്ചിരിക്കുന്നത്.